ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് റവ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് തിരുവാതിരയോടനുബന്ധിച്ച് വരുന്ന വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ അതിൻ്റെ വ്രതം എടുക്കുന്നുണ്ട്. എനിക്ക് മാത്രമേ വ്രതമുള്ളൂ കേട്ടോ, മക്കൾക്കും നേട്ടണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റവ ഉപ്പുമാവാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് പഴവും ഉണ്ട്. അപ്പോൾ ഞാനുള്ള റവയൊക്കെ വറുത്ത് റെഡിയാക്കട്ടെ. നമ്മൾ റോസ്റ്റഡ് അല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നെയ്യൊക്കെ ചേർത്ത് വറുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഉള്ളിയൊന്നും കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊട്ടുകടലയും മറ്റേ പരിപ്പും ഉഴുന്ന് പരിപ്പും കറിവേപ്പിലും പച്ചമുളകും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. റവ കൊണ്ടുള്ള ഉപ്പുമാവ് നമുക്ക് പല തരത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് സേമിയൊക്കെ ചേർത്തിട്ട് കിച്ചടി ടൈപ്പിൽ അങ്ങനെ ഉണ്ടാക്കാം. അതിലേക്ക് ക്യാരറ്റും ബീൻസും അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. ഇതുപോലുള്ള ഉപ്പുമാവിൽ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് പച്ചക്കറിയൊന്നും കൂടുതൽ ചേർക്കണില്ല. ഇന്നിങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ട്രഡീഷണലായിട്ടുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് വരുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത്. പിന്നെ നാളികേരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് വെള്ളത്തിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലർ വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കും. ചിലർ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറവ് ചേർത്ത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് റവ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ എന്ന പോലെ, എന്നാൽ റോഡും സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം കേട്ടോ. എനിക്കിവിടെ വളരെയധികം ഇഷ്ടമാണ്. എൻ്റെ നാടിനേക്കാളും എനിക്കിഷ്ടം ഉണ്ണേട്ടൻ്റെ നാടായ ഇവിടെയാണ്. കാരണം ഇവിടെയാണ് കൂടുതൽ സൗകര്യങ്ങളും സുഖമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത് കൊണ്ടോ എന്തോ അറിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. നമ്മളെവിടെ താമസിക്കുന്നു അവിടെ തന്നെയാവണം നമ്മളുടെ ഇഷ്ടം ഒക്കെ അല്ലേ. അപ്പോൾ എനിക്കിവിടെ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് ശാന്തമായി താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രകൃതി രമണീയത എന്ന് പറയും പോലെ തന്നെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. ഓവറായിട്ടുള്ള ചൂടോ ഒന്നുമില്ല. കാരണം നിറയെ തോട്ടാണ്. പിന്നെ ഫ്രണ്ടിൽ പാടമായതുകൊണ്ട് നമുക്കവിടുന്ന് നല്ല തണുത്ത കാറ്റ്, വേനൽക്കാലമായാലും വർഷക്കാലമാകുമ്പോൾ കുറച്ച് കൂടുതൽ തണുപ്പ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. വേനൽക്കാലത്ത് ഭയങ്കര സുഖമാണ്. പാടത്തു നിന്നുള്ള ഈവനിങ്ങിലൊക്കെ കാറ്റിങ്ങനെ വീശുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അധികം ചൂടൊന്നും അടിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെയൊക്കെ വിശേഷങ്ങൾ കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് ഇവിടം വളരെ ഇഷ്ടമാണ്. ഇവിടം സ്വർഗമാണ് എന്നൊക്കെ പറയും പോലുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ തൊടിയിലൊക്കെ ഉള്ളത് കൊണ്ട് അതും നമുക്കൊരു സൗകര്യമായിട്ട് തന്നെ തോന്നുന്നു. മഞ്ചേരിയിലുള്ള എൻ്റെ വീടിൻ്റെ അന്തരീക്ഷവും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ അവിടെ നിന്നതിനേക്കാളേറെ ഇവിടെയല്ലേ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ കുറച്ച് ഇഷ്ടം കൂടുതലായിട്ട് തോന്നുന്നത്. അവിടെയും ഇതുപോലെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. തോടും പാടവും കവുങ്ങൻ തോട്ടങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വീടും പരിസരത്തൊക്കെ ഉള്ളത്. നമ്മുടെ മഞ്ചേരിയിലെ വീടിൻ്റെ അടിഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് അത്യാവശ്യം വീതിക്ക് നല്ല വെള്ളം പോകുന്ന തോടൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് കൂടെ കുഞ്ഞ് ഒരു തോടായിട്ട് ഒഴുകുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. എന്തെങ്കിലും ഒക്കെ നമുക്ക് കാഴ്ചകൾ കാണാനൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ പടിക്കൽ വന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരേക്കുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. എല്ലാവരും പറയും കേട്ടോ, വീടിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഈ പാടമൊക്കെ കാണുമ്പോൾ അധികം ആൾക്കാർക്കും ഭയങ്കര സന്തോഷമാണ് തോന്നാറുള്ളത്. ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അവരെപ്പോഴും പറയാറുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പശ്ചാത്തലമാണ്, നല്ല സുഖമല്ലേ ഇവിടെ താമസിക്കാൻ, നല്ല തണുപ്പായിരിക്കുമല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കും ആൾക്കാർ. നമുക്ക് എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് അതിനോടുള്ള ഒരു സന്തോഷം കൂടുതൽ തോന്നിക്കുക. തോടിലൂടെ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദമാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. പ്രകൃതി എന്ന് പറയുമ്പോൾ മനുഷ്യനെ എപ്പോഴും അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാവാം.
ചിലർക്ക് പച്ചപ്പായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് ഫലവൃക്ഷങ്ങൾ കാണുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നും, ചിലവർക്ക് ഇതുപോലുള്ള തോടുകളും കുളങ്ങളും പുഴകളൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ചിലവർക്ക് ടൗണിൽ താമസിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ പറയും നാട്ടുംപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറയും. ടൗണിൽ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ നാടിനോടും അതിൻ്റെ ഒരു ഫീല് തോന്നിക്കുക. നാട്ടിൻപുറത്ത് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് വലിയ മമതയൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ജീവിച്ച് ശീലമായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ കൃഷിയൊക്കെ കണ്ട് വളർന്നത് കൊണ്ടോ എന്തോ അറിയില്ല, എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശീലവും എനിക്കുണ്ട്. ഇനിയിപ്പോൾ എന്നെ ടൗണിൽ കൊണ്ടിട്ടാലും ഞാൻ അവിടെ സുഖമായിട്ട് തന്നെ അവിടെയും താമസിക്കും. ഈ നാട്ടിൻപുറം ഉള്ള അതുപോലെ തന്നെ എനിക്ക് അവിടെയും ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ചെടിയൊക്കെ മുരടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളമൊക്കെ ചേർത്ത് ആ മണ്ണൊക്കെ ഒന്നും കൂടി ഇളക്കി കൊടുത്തു. ചില ചട്ടിയിലത്തെ മണ്ണൊക്കെ കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയൊക്കെ അതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചെടികൾ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഓരോന്ന് ചെയ്തിട്ട് അതൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു ഇഷ്ടവും സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ചെടികളൊക്കെ വീടിൻ്റെ മുൻപിൽ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. എനിക്കിതൊക്കെ പരിപാലിക്കാനും അതിനെ വെള്ളമൊഴിച്ച് കൊടുക്കാനും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഞാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കാറുണ്ട്. പിന്നെ ഓരോരോ തിരക്കുകൾ വരുമ്പോഴാണ് കുറച്ചൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാറ്. എന്നാലും പരമാവധി അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുമുണ്ട്. വീട്, കുടുംബം, കുട്ടികൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളൊരു ആളാണ് കൂടി ആയതുകൊണ്ടാവും എനിക്ക് ഇത്തരം കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം, അറ്റാച്ച്മെൻറ്റൊക്കെ തോന്നുന്നത്. വീടാണെങ്കിലും എപ്പോഴും വൃത്തിയാക്കി വെക്കാനും ക്ലീനാക്കി വെക്കാനൊക്കെ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ ഒന്നും അങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ആരെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടൊന്നും മാറ്റി വയ്ക്കാറില്ല. കാരണം ചെയ്യാൻ വേറെ ആളുകളില്ല, ഞാൻ തന്നെയല്ലേ എൻ്റെ വീട് കൊണ്ട് നടക്കാനുള്ളൂ. മക്കളൊക്കെ അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊക്കെ അത്രേ സമയം ഉള്ളൂ. ഉണ്ണേട്ടനും അങ്ങനെ തന്നെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമായിട്ട് കണക്കിലെടുത്താൽ ഒന്നും ഒരു ബുദ്ധിമുട്ടോ ഗതികേടോ അല്ലെങ്കിൽ അതൊരു പ്രയാസമൊന്നായിട്ട് ഫീൽ ചെയ്യില്ല. എല്ലാം ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചയൂണിന് ഉപ്പേരിയായിട്ട് വയ്ക്കുന്നത് പയറും കയ്പ്പയ്ക്കും കൂടെ ചേർത്തിട്ടാണ്. എനിക്ക് മാത്രമേ പ്രതുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഇല്ല. അതുകൊണ്ട് ഊണിനുള്ള കറികളൊക്കെ വേറെ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചെടിയൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ നനയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും കൂടി ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ എടുത്തതാണ്. അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടെ പുറത്തു കൂടെയൊക്കെ പോയി. പിന്നെ അലക്കി വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ അലക്കി രാവിലെ വെച്ചിട്ടുണ്ടെങ്കിലും അത് തോരയിടാൻ വൈകിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല വെയിലാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുന്നേ അധിക ദിവസം അലക്കിയൊക്കെ വയ്ക്കും. ചിലപ്പോൾ മാത്രമാണ് അതിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അലക്കൽ കഴിഞ്ഞു. ഇനി അധികം ജോലിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പുറത്ത് പോയിട്ട് നമ്മുടെ പരിസരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. കാരണം പ്രത്യേകിച്ച് വിശേഷമായ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വീടും ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വാരുന്ന ജോലി അങ്ങനത്തെയൊക്കെ തീർക്കും, തുടക്കലൊക്കെ തീർക്കും. വ്രതമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അങ്ങനെ വേണം. എന്നിട്ട് പൂജാമുറിയിലൊക്കെ വിളക്കൊക്കെ വെച്ചിട്ട് അതിനൊക്കെ ശേഷമല്ലേ നമുക്ക് പാചകം ഇതൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും. എല്ലാവരും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു ദിവസം ചെയ്യാം.